ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ്. പിന്നെ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകാനുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ ഇന്ന് ഇടാൻ പോണ ഡ്രസ്സ് ഈ ഒരു പിങ്ക് ഷർട്ടാണ്, ഫുൾ സ്ലീവാണ്. അതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു ബ്ലാക്ക് ഡ്രസ്സും കൂടി ഇടുന്നുണ്ട്. ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ് അതിൻ്റെ ഉള്ളിലിട്ടും, എന്നിട്ട് പിന്നെ ഒരു ബ്ലാക്ക് പാൻറ്റ് ഞാൻ ഇട്ടിട്ട് വരാം. അപ്പം ഞാൻ ആ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ചെറിയൊരു ഈ ഒരു മിറർ ഞാൻ സൈഡിൽ വെക്കുന്നുണ്ട്. ഞാൻ വെക്കട്ടെ കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യാം. നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് നിവ്യയുടെ സോഫ്റ്റ് ക്രീമാണ്. അപ്പോൾ ഇപ്പം നല്ല കാറ്റായ കാരണം മുഖത്തൊക്കെ ഇങ്ങനെ ഡ്രൈ ആവും. എന്നുവെച്ചാൽ മുഖം നല്ല ഡ്രൈ ആവും. അപ്പം നമുക്ക് ഈ ഒരു ക്രീം നല്ല കട്ടിയിലിട്ട് കൊടുക്കും. നമുക്കിത് ബ്ലെൻഡാക്കാം. ഇതിൻ്റെ അടുത്ത് അതിന് ബ്രഷൊന്നുമില്ല ബ്ലെൻഡാക്കാനും. ഞാൻ കൈകൊണ്ട് തന്നെയാണ് ഒക്കെ ബ്ലെൻഡാക്കൽ, ബ്രഷൊന്നുമില്ല. അപ്പോൾ ക്രീം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് പിങ്കിയുടെ ഒരു ഫൗണ്ടേഷനാണ്. പിങ്കിയുടെ ഫൗണ്ടേഷൻ ലിക്വിഡ് ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് കൈക്ക് ഇത്തിരി എടുക്കുക. കുറച്ചെടുത്താൽ മതി. കുറച്ചെടുത്താൽ തന്നെ കുറേ ഉള്ള പോലെ തോന്നും. ഞാനിത് എത്ര എടുത്തിട്ടുള്ളൂ കണ്ടത്, കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അതിക്ക് നമ്മൾ ഇത് ഡയറക്റ്റായി ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാറില്ല. കാരണം ഇതങ്ങനെ ഡയറക്റ്റായി ചെയ്താൽ ഭയങ്കര കുറച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആവും ഫൗണ്ടേഷൻ. അപ്പോൾ പിന്നെ എടുക്കാൻ കിട്ടില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നിവ്യയുടെ ഈ ഒരു ക്രീം ഉണ്ടല്ലോ, ഈ ഒരു ക്രീം തന്നെ ഞാൻ ഈ ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്തിട്ടാണ് ഇടാറ്. കുറച്ച് ക്രീം എടുത്തിട്ട് ഒരു ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്യാം. നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്യാം. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഡയറക്റ്റായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ഫേസിൽ ഇടാറില്ല. എപ്പോഴും ക്രീമായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഫേസിൽ ഇടാറ്. അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് മിക്സ് ചെയ്തതിൻ്റെ ശേഷം. പിന്നെ നമുക്ക് ഫേസിലിടാം. ഞാൻ അതൊന്ന് ബ്ലെൻഡ് ചെയ്യട്ടെ കേട്ടോ. ഞാൻ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഞാനൊരു പോൺസിൻ്റെ ഒരു പൗഡറാണ് ഇടാൻ പോകുന്നത്. കുറച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിടാം. ഓക്കെ, അപ്പം ഞാൻ പൗഡർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഐബ്രോ ആണ്. അപ്പം നമുക്കിത് വരച്ചു കൊടുക്കാം. എനിക്ക് അധികം കട്ടിയിൽ ഐബ്രോ വരക്കണത് ഇഷ്ടമല്ല. അങ്ങനെ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്താണ്. ഇനി നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് നോക്കാം. അടുത്ത നമുക്ക് ഐഷാഡോ ഇട്ട് കൊടുക്കാം. ഐഷാഡോ പാലറ്റ് ഇതിലുണ്ട്, പക്ഷെ ഇതിലത്തെ കളേഴ്സൊന്നും ഞാൻ ഇങ്ങനത്തെ ഈ ഡ്രസ്സിക്ക് മാച്ച് ആയിട്ടുള്ള കളേഴ്സ് ഇതില്ല. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ലിപ്സ്റ്റിക്ക് ഉണ്ട്, ഡാസ്ലറിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക് കൊണ്ടാണ് ഞാൻ ഐ ഷാഡോ ആക്കി ഇടാൻ പോകുന്നത്.
പിന്നെ അപ്പുറത്തെ കണ്ണിലൂടെ ഇട്ട് കൊടുക്കുക. ഐഷാഡോ ഈ ഒരു ലിപ്സ്റ്റിക് കൊണ്ട് കുറച്ച് നമ്മൾ കണ്ണിൻ്റെ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഐഷാഡോ പാലറ്റ് ഉണ്ടല്ലോ, ഈ ഐഷാഡോ പാലറ്റിത്തെ ഒരു കളറാണ്, ഒരു ഗ്ലിറ്റർ പോലത്തെ ഈ ഒരു കളർ, ഇത് അതൊരു ഗോൾഡ് ഗ്ലിറ്റർ പോലത്തെ. നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക. കണ്ണുണ്ടോ? ഇതിൽ കണ്ണാടി ഉണ്ടായിരുന്നിട്ട് ഞാൻ അപ്പുറത്തേല നോക്കിയിരുന്നു എത്ര നേരം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, മസ്കാര ഇട്ട് കൊടുക്കാം. ഈ ഒരു മസ്കാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം മസ്കാര ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക്ക് ഡാൻസിലായിട്ട്. ഇതാണ് എൻ്റെ മേക്കപ്പ്. പിന്നെ മുടി കെട്ടിയിട്ട് വരാം. പിന്നെ നമുക്ക് മുടി കെട്ടാം. ഞാനിങ്ങനെ ബാക്കിൽ തന്നെ ഇങ്ങനെ ആക്കിയിട്ട് പോണിട്ടയിലാണ് കെട്ടുന്നത്. ഞാൻ നേരമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുടി ഇങ്ങനെ പൊന്തിച്ചിട്ട് എൻ്റെ ഈ ഒരു ഗെറ്റ് റെഡി എത്തുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇനിയും ഞാൻ ഗെറ്റ് റെഡി എത്തുമ്പോൾ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. പിന്നെ ഞാൻ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ ഗെറ്റ് റെഡി എത്തുമ്പോൾ എടുക്കാം. അപ്പോൾ എൻ്റെ ഗെറ്റ് റെഡി എത്തുന്ന ഇത്രയുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ഇനിയും ഗെറ്റ് റെഡി എത്തുന്ന ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. പിന്നെ വേണമെന്നില്ല. അപ്പം ശരി, ബൈ. പിന്നെ ഫുൾ ലുക്ക് ഇതാണ്.